കുറച്ച് കഴിഞ്ഞാൽ ആളിപ്പോൾ എനിക്ക് വരും. ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്. ഇങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ എന്തൊക്കെ കഴിക്കുമെന്നും ഡേ ഇൻ ടുട്ടൂസ് ലൈഫ് എന്ന് പറഞ്ഞ് ഫുള്ള് എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അവൻ്റെ പുറകിൽ ഇങ്ങനെ ഓടി നടക്കുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്റെ കാര്യണ്ടോ അച്ഛവിടെ ഇങ്ങനെ പല്ലേക്ക് കാണിച്ചല്ലേ മിടുക്കൻ. പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ അവന് കുറച്ച് ചൂടുവെള്ളം കൊടുക്കും. അവന് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ ചൂടുവെള്ളം നല്ല ചൂടാണെങ്കിലും ഊതി ഊതി കുടിച്ചോളും, ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാ ദിവസവും മസ്റ്റായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ വല്ല ഗ്യാസൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ആദ്യമൊന്നും ഞാനിങ്ങനെ ചെയ്യൂലായിരുന്നു. അപ്പോൾ ചില ദിവസങ്ങളിൽ അവൻ വോമിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കൊടുക്കും. വെള്ളം നല്ലപോലെ ഇഷ്ടമാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കൂടാണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ട്. അവൻ ഓട്ടവും ചാട്ടത്തിൻ്റെ ഒക്കെ ഇടയിലൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. അതിൻ്റെ കൂടെ ഇങ്ങനെ വെള്ളവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരമാവധി ഞാൻ ഹൈഡ്രേറ്റഡ് ആക്കി തന്നെ ഇരിക്കും. ഡീഹൈഡ്രേഷൻ ഒട്ടും നമ്മൾ കുട്ടികൾക്ക് വരുത്താൻ പാടില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് രാവിലെ തന്നെ ഞാൻ കുറച്ച് നട്ട്സുകൾ എന്താണ് വീട്ടിൽ ഉണ്ടാവണമെന്ന് വെച്ചാൽ കുറേ അല്ല, എല്ലാത്തിൽ നിന്നും 1-2 വെച്ച് എടുത്തുകൊണ്ടിരിക്കും. അത് ആൾ മുഴുവൻ കഴിച്ച് കുറേ നേരത്തേക്ക് ഒരു സമാധാനമായിട്ട് അവിടെ ഇരുന്നോളൂ. എൻ്റെ ചാനലിൽ ന്യൂ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മുകളിലുള്ള ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ പുതിയ അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മോന് കൊടുത്തത് ഹോം മെയ്ഡ് ഓട്സ് സെർലാക്കാണ്. ഹോം മെയ്ഡ് ഓട്സ് സെർലാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. മുകളിൽ കാർഡിലും ഞാൻ ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കയറി കാണാൻ. ഹെൽത്തിയാണ്. നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. സാധനം നമുക്ക് സെർലാക്കിൻ്റെ അതേ സെയിം സെർലാക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒഴിച്ചാണല്ലോ കൊടുക്കുന്നത്. സെയിം അതേ പ്രൊസീജിയർ തന്നെയാണ്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഇളക്കിയാൽ നല്ല രീതിയിൽ കുറുക്കായിക്ക് വരും. പിന്നെ ഏത് നേരവും ഭക്ഷണം കഴിപ്പിക്കൽ ഒരു പരിപാടി തന്നെയാണ്. അതൊരു ചടങ്ങ് തന്നെയാണ്. ചിലപ്പോൾ നല്ല വിശപ്പുണ്ടെങ്കിൽ ആൾ എന്തായിക്കോട്ടെ കുറച്ച് നേരം നല്ല രീതിയിൽ ഇരുന്ന് കഴിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പുറകിൽ അങ്ങോട്ട് മാറ്റി ആൾ അതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകും. അങ്ങനത്തെയൊക്കെ ഒരുപാട് ഇതുണ്ടാവും. നമ്മൾ കുറേ ബുദ്ധിമുട്ടി തന്നെയാണ് അത് കൊടുക്കണത് തന്നെ. എന്നാലും ഞാൻ മുഴുവൻ തീറ്റിച്ച് തന്നെ എടുക്കുകയുള്ളൂ. എന്നാലും വലിയ വാശി കാട്ടാറില്ല. അവിടെ ഇരുന്ന് നിന്നൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കും. Oh gosh! You again? വീണ്ടും നിങ്ങളോ? ഇത് തീർന്നില്ലേ? ഇത് തീർന്നില്ലേ? ആരടിച്ച് അങ്ങനെയായോ? അങ്ങനെ പോയാ എന്നിട്ട് അങ്ങനെ പോയി അങ്ങനെ അപ്പൊ ഫാൻ എടുത്താ അമ്മൂടെ അടുത്ത് പറ. അമ്മോ ഒന്ന് വിളിച്ചേ.
കളിയും ചിരിയൊക്കെ ആയിട്ട് ആളുടെ ദിവസം ആൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോഴേക്കും ഹസ്ബൻഡ് പോണേൻ്റെ തിരക്കൊക്കെ ആയി. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കുട്ടിയുടെ കൂടെയൊക്കെ ഒന്ന് കളിച്ച് ചിരിച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ ചേട്ടനുള്ള കാരണം അവൻ്റെ കൂടെ കൂടി. ചേട്ടനുള്ള കാരണം ഫുൾ ടൈം ചേട്ടൻ്റെ കൂടെ തന്നെ കളിയും ചിരിയും ഫോട്ടോ എടുക്കലും ഇത് തന്നെയായിരുന്നു. ചേട്ടൻ്റെ കൂടെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് കുറേ കളിച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ബബിൾ വാഷ് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ബബിൾ വാഷ് അല്ലെങ്കിലും ആളിനെ ടബിൽ ഇരുത്തി കൊടുത്താൽ അവിടെ കളിച്ചും ചിരിച്ചും ഇരുന്നോളും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാൻ. എങ്ങനെയുണ്ട് ടു ഇങ്ങോട്ട് ഇനി ചുറ്റു എന്താണ് കളിക്കണത്? എന്തുകൊണ്ടാണ് കളിക്കണത്? കാറ് പറഞ്ഞേ, കാറ് പറഞ്ഞേ. എന്തിട്ടാണ് ചുറ്റു അത്? കായ് പറഞ്ഞേ, പറ കായ് പറ. എന്തെന്നെ കായ്? ഇത് തമ്പായിനെ തൊഴുതാ? തമ്പായിനെ തൊഴുതേ? തമ്പായിട്ട് ചന്ദനൊക്കെ ചുറ്റു തൊട്ടിട്ടുണ്ടല്ലോ. തമ്പായിനെ ചന്ദനം തൊട്ടിട്ടുണ്ട്. തമ്പായിനെ തൊഴുതേനി? തമ്പായി ചുറ്റിനെ കഥിച്ചിനി. ഇനി കളിച്ചോട്ടാ, കളിച്ചോ. കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തത് ഇന്ന് ഞാൻ പൾസസ് കൊണ്ട് ഉണ്ടാക്കിയ സെർലാക്കാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ അതേപോലെ മുകളിൽ കാർഡിൽ ഞാൻ കൊടുക്കും. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ കയറി വീഡിയോ കാണാം. പൾസസ് സെർലാക്കിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ പൾസസിൻ്റെ സെർലാക്ക് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ഇട്ടിട്ടാണ്. ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് അത് കുറുക്കിയെടുത്താണ് അവന് കൊടുത്തത്.
ഉച്ചക്കലത്തെ കാര്യവും അത് തന്നെ. കുറച്ച് നേരം ഇരുന്നൊക്കെ കളിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൻ ചേട്ടൻ്റെ അടുത്തേക്ക് മോളിൽ കയറി പോകും. പിന്നെ ഞങ്ങൾ പിടിച്ച് കൊണ്ടുവരണം. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഫുള്ള് കളി തന്നെ കളിയായിരുന്നു. ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ പരമാവധി അങ്ങനെ ഉച്ചയ്ക്ക് ഉറക്കാറുമില്ല. അപ്പോൾ രാത്രി നന്നായിട്ട് വേഗം കിടന്ന് ഉറങ്ങിക്കോളുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ അവൻ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഉറക്കിയിട്ടോ അവൻ ഉറങ്ങാറുള്ളൂ. 2 ദിവസമായിട്ട് കാര്യമായിട്ട് കറണ്ട് ഉണ്ടായില്ല. നല്ല മഴയായിരുന്നു. ഇൻവെർട്ടറിലും ചാർജൊക്കെ പോയി കിടക്കുമായിരുന്നു. രാത്രി ആയപ്പോഴേക്കും കറണ്ട് ഠിം എന്നും പറഞ്ഞു പോയി. ഞങ്ങൾ ആകെ ഇരുട്ടിലായി. പക്ഷേ അവൻ അവൻ്റെതായ എൻജോയ്മെൻറ്റിലൊക്കെ അത് നല്ല രീതിയിലാക്കി. ദീപം 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 കിട്ടിയ കൊല്ലിഞ്ഞ ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. ഈടാ സിനിമ പാട്ട് ദീപം 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 ദീപം. കറണ്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ മെയിലെഴുപ്പിക്കാൻ ഇരുത്തിയത്. ജസ്റ്റ് ഒന്ന് മെയിൽ, അപ്പം നല്ല രീതിയിൽ വേഗം ഇതാവുമല്ലോ. അത് കഴിഞ്ഞ് രാത്രിയും നോക്കി വിളിക്കും. എന്തോ ക്ലാസ്സില്ലാത്ത കാരണം ചേട്ടൻ്റെ കൂടെ അല്ലറ ചില്ലറ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നല്ലപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഭക്ഷണം കഴിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതുമാണ് കൊടുത്തത്. പഴം പുഴുങ്ങിയത് എടുക്കുമ്പോൾ മസ്റ്റായിട്ട് ഉള്ളിലത്തെ ആ കുരു എല്ലാം എടുത്ത് കളയണേ. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടാക്കും. ഡൈജഷനും നടക്കില്ല. ശരിക്കും കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ അവർ ആ പഴം കാണുമ്പോൾ തിന്നേയില്ല. അതുകൊണ്ട് അത് മസ്റ്റായിട്ട് മറക്കാണ്ട് എടുത്ത് മാറ്റണം. നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം.
ഓൾമോസ്റ്റ് 9-9:30 ആയപ്പോഴേക്കും ആൾ കളിച്ചും ചിരിച്ചും കറണ്ടൊക്കെ വന്നതിൻ്റെ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് ഒരുവിധമൊക്കെ ചാർജൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഇന്ന് നല്ല കളിയൊക്കെ ആയ കാരണം ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് വേഗം തന്നെ ഉറങ്ങാൻ പറ്റി. വേഗം തന്നെ അവൻ കിടന്നുറങ്ങി. 9:30 ആയപ്പോഴേക്കും അവൻ ഉറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എ ഡേ ഇൻ ടുട്ടൂസ് ലൈഫ്. ഒരു ചെറിയ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.